وبركاته. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. ഏറെ ആദരവ് നിറഞ്ഞ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, പടച്ച റബ്ബിനെ സൂക്ഷിച്ച് അവനെ വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇന്നല്ലാഹ അസ്സ വജല്ല യുഹിബ്ബു ഇദാ അമല അഹദുകും അമലൻ അൻ യുത്ഖിനഹു. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളിൽ ഒരാൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് മികച്ച രീതിയിൽ നന്നായി ചെയ്യുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. ഏതൊരു പ്രവർത്തനവും നമ്മൾ ചെയ്യുമ്പോൾ ആ പ്രവർത്തനം ഭംഗിയായി ചെയ്യണമെന്നാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അതിന് ധാരാളം ഗുണങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ. അതിലേറ്റവും ഒന്നാമത്തെ ഗുണമെന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ ഇഷ്ടം ലഭിക്കുവാനുള്ള കാരണമാകുമെന്നുള്ളതാണ്. കാരണം നമ്മൾ നമസ്കരിക്കുമ്പോൾ, നമ്മൾ സ്വതക്ക കൊടുക്കുമ്പോൾ, നമ്മൾ ഓരോ ഇബാദത്തുകൾ ചെയ്യുമ്പോൾ അത് ഭംഗിയായി ചെയ്യുന്നത് റബ്ബിന് ഇഷ്ടമാണ് എന്നാണ്. രണ്ടാമത്തെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ കർമ്മങ്ങൾ മെച്ചപ്പെടും, അതിന്റെ ഗുണനിലവാരം അത് ഏറ്റവും ടോപ്പിലായിരിക്കും. ഇപ്പൊ നമുക്ക് രണ്ട് രൂപത്തിൽ നമുക്ക് നമസ്കരിക്കാൻ കഴിയും. പെട്ടെന്ന് ധൃതി കാണിച്ച് എന്തോ ഒരു പണി തീർക്കുന്ന പോലെ നമുക്ക് നിർവഹിക്കാൻ കഴിയും. എന്നാൽ അത് അതിന്റെ ആ ഒരു ഭംഗിയോടും ആ ഒരു ഖുശൂഅോടുകൂടി അതിനെ കൃത്യമായി കൊണ്ട് നമ്മൾ നിർവഹിക്കുമ്പോഴാണ് അതിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുന്നതായി നമുക്ക് കാണാൻ കഴിയുക. മൂന്നാമതായി പ്രിയപ്പെട്ടവരെ, നമുക്കുള്ള ഗുണമെന്ന് പറഞ്ഞാൽ ആ പ്രവർത്തനങ്ങളെ നന്നാക്കിയാൽ നമുക്ക് നാളെ പരലോകത്ത് വിജയം ലഭിക്കുമെന്നുള്ളതാണ്. മഹാനായ ഇമാം സ്വൻആനി റഹിമഹുല്ലാഹ് തന്റെ തൻബീറു ശറഹുൽ ജാമിഉ സ്വഗീർ എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്ന വാക്കുകൾ നമുക്ക് കാണുവാൻ കഴിയും. ഒരു മുസ്ലിം ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ, ഏതെങ്കിലും ഒരു പ്രവർത്തനം ചെയ്യുമ്പോൾ അത് ഭംഗിയായി ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. അതൊരു പക്ഷേ മതപരമായ കാര്യമായിരിക്കാം, അല്ലെങ്കിൽ ദീനുമായി ബന്ധപ്പെട്ട മറ്റുള്ള ഭൗതിക കാര്യങ്ങളായിരിക്കാം. ഏത് നിലക്കാണെങ്കിലും റബ്ബ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അത് ഭംഗിയായി, വളരെ ഉഷാറായി, ഒരു ന്യൂനതയുമില്ലാതെ നിർവഹിക്കുവാനാണ് റബ്ബ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ഇവിടെ പറയുന്ന ഇത്ഖാൻ എന്നാൽ രണ്ട് രൂപത്തിലാണ്: ഇഹ്സാൻ, തക്മീൽ എന്നിവയാണ്. അതായത് ആ കാര്യത്തെ ഭംഗിയായി ചെയ്യുകയും പൂർത്തിയാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ദീനുൽ ഇസ്ലാം പഠിപ്പിച്ച ഓരോ പ്രവർത്തനങ്ങൾ പ്രഭാതം മുതൽ പ്രദോഷം വരെ നമ്മൾ നിർവഹിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് ശരിക്കും നമ്മൾ പഠിക്കുക. അതുപോലെ തന്നെ ചെയ്യാൻ പോകുന്ന ഏതൊരു ഇബാദത്താണെങ്കിലും അതിന് കൃത്യമായ ഒരു പ്ലാനിങ് ഉണ്ടാവുക. അതുപോലെ തന്നെ അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അതുപോലെ ആ ഇബാദത്ത് ക്ഷമയോടുകൂടി ചെയ്യുക. ആ ഇബാദത്തുകളെ പൂർണ്ണമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രൂപത്തിൽ തന്നെ ചെയ്യുവാൻ നമ്മൾ ശ്രമിച്ചാൽ നാളെ പരലോകത്ത് നമുക്ക് അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് പ്രതിഫലവും നമ്മുടെ പ്രവർത്തനങ്ങൾ ഏറ്റവും മികച്ച രീതിയിൽ ചെയ്യുവാൻ നമുക്ക് സാധ്യമാവുകയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ കർമ്മങ്ങളെ കൊണ്ടുപോകുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും
ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.